ഒരിക്കലും ആരംഭിക്കാൻ പാടില്ലാത്ത ഒന്ന് ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നു. ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. UN പൊതുസഭയുമായി ബന്ധപ്പെട്ട് അറബ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ട്രംപിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന നിലപാട് കടുപ്പിച്ച ട്രംപ് പലസ്തീന് രാഷ്ട്രപദവി നൽകുന്നത് ഹമാസിന്റെ ഭീകരതയ്ക്കുള്ള സമ്മാനമായിരിക്കുമെന്നും ചൂണ്ടിക്കാട്ടി. ഫ്രാൻസ്, UK, കാനഡ, പോർച്ചുഗൽ, ഓസ്ട്രേലിയ, അൻഡോറ, ബെൽജിയം, ലക്സംബർഗ്, മാൾട്ട, മൊണോക്കോ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ UNGA-യിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിനെ ഹമാസും സ്വാഗതം ചെയ്തിരുന്നു. ഇത് ഇസ്രയേലിനെയും US-നെയും നിരാശപ്പെടുത്തി. ഈ നീരസവും ട്രംപ് അറബ് നേതാക്കളുമായുള്ള ചർച്ചയിലും പ്രകടമാക്കി. ഗാസയിലെ യുദ്ധം നിർത്താൻ ഒത്തുതീർപ്പുണ്ടാക്കണമെന്നതാണ് മുഖ്യം. ചില രാജ്യങ്ങൾ ഏകപക്ഷീയമായാണ് രാഷ്ട്രപ്രഖ്യാപനങ്ങൾ നടത്തുന്നതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഇസ്രയേൽ ഒഴികെ സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, തുർക്കി, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അടുത്ത ആഴ്ച വൈറ്റ് ഹൌസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് പറഞ്ഞു.